ആറുമാനൂർ ടാപ്പുഴ ഭാഗത്ത് തെരുവുനായ് ശല്യം രൂക്ഷമാകുന്നു. തെരുവുനായയുടെ ആക്രമണത്തിൽ 8 വയസ്സുകാരന് മുഖത്തും കൺപോളയിലും ശരീരമാസകലം 26ഓളം കടിയാണ് ഏറ്റത്. പഞ്ചായത്തിൽ പരാതിപ്പെട്ടിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ആക്ഷേപം. പ്രദേശത്ത് തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമായിരിക്കുകയാണ്. 8 വയസ്സുകാരനെ തെരുവ് നായ കടിച്ചു. മുഖത്തും കൈയിലും ദേഹമാസകലവുമായി 26ഓളം കടികളാണ് കുട്ടിക്കേൽക്കേണ്ടി വന്നത്. അയർക്കുന്നം പഞ്ചായത്തിലെ ആറുമാനൂർ ടാപ്പുഴ ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുന്ന തെക്കേ തൊട്ടിയിൽ പരേതനായ അഖിലിന്റെയും ആതിരയുടെയും മകൻ അഭിനവ് കൃഷ്ണയ്ക്കാണ് തെരുവ് നായയുടെ കടിയേൽക്കേണ്ടി വന്നത്. മുഖത്തും കൺപോളകളിലും അടക്കം കടിയേൽക്കേണ്ടി വന്ന കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് വിധേയനാക്കിയിരുന്നു. സൈക്കിൾ ചവിട്ടുന്നതിനിടയിലാണ് കുട്ടിക്ക് തെരുവ് നായയുടെ കടിയേറ്റത്. ദേഹമാസകലം മുറിവേറ്റ് ചോരയിൽ കുളിച്ച് കിടന്ന കുട്ടിയെ കരച്ചിൽ കേട്ടെത്തിയ അയൽവാസിയായ സ്ത്രീയാണ് തെരുവ് നായയെ വടികൊണ്ട് അടിച്ചു ഓടിച്ച ശേഷം കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ തേടിയ ശേഷമാണ് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് കുട്ടിക്ക് പ്രതിരോധ കുത്തിവയ്പ്പെടുത്തത്. നിർധന കുടുംബത്തിലെ കുട്ടിയുടെ ചികിത്സാ ചിലവുകൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. കുട്ടിയെ കടിച്ച തെരുവ് നായ ഇപ്പോഴും പ്രദേശത്തുകൂടി കറങ്ങി നടക്കുന്നത് കൂടുതൽ ഭീതി ഉണ്ടാക്കുന്നുണ്ടെന്ന് കുട്ടിയുടെ മാതാവ് പറഞ്ഞു. അവന് അവിടെ കൂട്ടുകാരുണ്ട് 2 പേരെ. അപ്പൊ അവരോട് ആണെങ്കിൽ അവിടെ നമ്മുടെ ഈ വീടിന്റെ തൊട്ടടുത്ത് തന്നെ കളിക്കാൻ വേണ്ടി പോയതാണ്. പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ചേച്ചിയാണ് കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് വന്നത്. വന്ന് കുഞ്ഞ് വരുന്ന വഴിക്കാണ് ഞങ്ങൾ നോക്കുമ്പോൾ തന്നെ ഫുള്ള് ബ്ലഡായിരുന്നു കയ്യിലും മുഖത്തുമായിട്ട്. പിന്നെ അപ്പം തന്നെ ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ട് അവിടെ കൊണ്ടുപോകായിരുന്നു. നേരെ ഏറ്റുമാനൂർ ആശുപത്രിയിലാണ് പോയത്. അവിടെ ചെന്ന് കൈക്ക് 2 TT എടുത്തു. നേരെ അവർ മെഡിക്കൽ കോളേജിലേക്ക് പോയി. പിന്നെ അവിടെ ചെന്ന് മുറിവിന് ചുറ്റും ഇഞ്ചക്ഷൻ എടുക്കുമായിരുന്നു. ഓരോ മുറിവിന് 26ഓളം ഇഞ്ചക്ഷൻ അപ്പം തന്നെ എടുത്തു. പട്ടിശല്യം സംബന്ധിച്ച് അയർക്കുന്നം പഞ്ചായത്തിൽ പരാതിപ്പെട്ടിട്ടും കാര്യമായ നടപടി ഉണ്ടായിട്ടില്ലെന്നും ആക്ഷേപമുയർന്നിട്ടുണ്ട്. അയർക്കുന്നം ഗവൺമെന്റ് LP സ്കൂൾ 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അഭിനവ് കൃഷ്ണ. i4 ന്യൂസ്, ഏറ്റുമാനൂർ.